ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിലെ അടുത്ത പാർട്ട്, അഞ്ചാമത്തെ വീഡിയോ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ചാപ്റ്ററിലെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇതിൽ വരുന്നത്. വൈ ഈസ് അരിത്തമെറ്റിക് മീൻ കൺസിഡേർഡ് ടു ബി ദി ബെസ്റ്റ് ആവറേജ്? 5 ആവറേജുകൾ ഉണ്ടെന്ന് പറഞ്ഞു. മീൻ, മീഡിയൻ, മോഡ്, ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. ഇവയിൽ ഏറ്റവും ബെസ്റ്റാണ് അരിത്തമെറ്റിക് മീൻ. അതെന്തുകൊണ്ടാണ്? അരിത്തമെറ്റിക് മീൻ considered to be the best average. Why? Arithmetic mean can be easily calculated. It is simple to understand. It is well defined. It can be determined in most of the cases. It is capable of more algebraic treatment. It is based on all the observations of the data. It can be located even without arraying data. Arithmetic mean is stable as it does not differ from sample to sample when the sample selected is sufficiently large. Thus mean satisfies many of the properties of a good average. That is why arithmetic mean is considered to be the best among commonly used averages. It has become an average of everyday life. It is used in the study of many social and economic problems. Arithmetic mean മെറിറ്റ്സിൽ നമുക്ക് കുറേ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അരിത്തമെറ്റിക് മീൻ വെൽ ഡിഫൈൻഡ് ആണ്, അത് വളരെ എളുപ്പത്തിൽ കഴിയുന്നതാണ്, അത് മനസ്സിലാക്കാൻ വളരെ ലളിതമാണ്. അതുപോലെ മിക്കവാറും എല്ലാ കേസിലും അരിത്തമെറ്റിക് മീൻ കാണാൻ കഴിയും. കൂടുതൽ ഗണിതക്രിയകൾക്ക് സഹായകമാണ്. എല്ലാ നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യാതെ തന്നെ അരിത്തമെറ്റിക് മീൻ കാണാൻ കഴിയും. അരിത്തമെറ്റിക് മീൻ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷനിൽ നിന്ന് വിമുക്തമാണ്, അല്ലെങ്കിൽ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് കുറവാണ്, അത് സ്റ്റേബിളാണ്. അതുപോലെ ഒരു നല്ല ശരാശരിക്ക് വേണ്ട മിക്കവാറും എല്ലാ ഗുണങ്ങളും അരിത്തമെറ്റിക് മീനുണ്ട്. ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ അരിത്തമെറ്റിക് മീനാണ് ഉള്ളത്. അതുകൊണ്ടാണ് അതൊരു നല്ല ശരാശരിയായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ അരിത്തമെറ്റിക് മീൻ ധാരാളമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ സാമൂഹികവും സാമ്പത്തികവുമായ പല പ്രശ്നങ്ങളിലും അരിത്തമെറ്റിക് മീൻ വളരെയധികം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാമാണ് അരിത്തമെറ്റിക് മീനെ ബെസ്റ്റ് ആവറേജായിട്ട് കണക്കാക്കാനുള്ള കാരണങ്ങൾ. കമ്പയർ മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മീൻ, മീഡിയൻ, മോഡ് ഇവയെ താരതമ്യം ചെയ്യാം. മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാം വെച്ച് അവ കമ്പയർ ചെയ്യണം. മീൻ ഈസ് എ മാത്തമാറ്റിക്കൽ ആവറേജ് വൈൽ മീഡിയൻ ആൻഡ് മോഡ് ആർ പൊസിഷണൽ ആവറേജസ്. അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ഒരു ഗണിത ശരാശരിയാണ്. ഗണിതക്രിയകൾ ഉപയോഗിച്ചാണ് കാണുന്നത്. നമുക്കറിയാം, തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യണം, അതിനുശേഷം അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മീഡിയൻ എന്ന് പറയുന്നത് ഒരു പൊസിഷണൽ ആവറേജ് ആണ്. അതുപോലെ സ്ഥാന ശരാശരി, മിഡിൽ മോസ്റ്റ് എന്നാണ് പറയുന്നത്. മോഡും അത് തന്നെയാണ്, കൂടുതൽ തവണ ആവർത്തിക്കുന്നത്. അപ്പോൾ മീഡിയനും മോഡും പൊസിഷണൽ ആവറേജസ് ആണ്. മീൻ ഒരു മാത്തമാറ്റിക്കൽ ആവറേജ് ആണ്. മീൻ ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻസ് വൈൽ മീഡിയൻ ഈസ് ദ മിഡിൽ ഐറ്റം ആൻഡ് മോഡ് ഈസ് കോമൺലി ഫൗണ്ട് ഐറ്റം. മീൻ എന്ന് പറയുന്നത് എല്ലാ ഒബ്സർവേഷൻസിനെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്യുന്നു, നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ വാല്യൂസിനെയും ബേസ് ചെയ്തിട്ടാണ് അരിത്തമെറ്റിക് മീൻ കാണുന്നത്. മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ മോസ്റ്റ് ഐറ്റമാണ്. മോഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ തവണ ആവർത്തിക്കുന്നതാണ്, കോമൺലി ഫൗണ്ട് ഐറ്റമാണ്. മീൻ ഈസ് capable of further mathematical treatment while median and mode are not capable of more mathematical treatment. മീൻ കൂടുതൽ ഗണിതക്രിയകൾക്ക് സാധ്യമായതാണ്, എന്നാൽ മീഡിയനും മോഡും കൂടുതൽ ഗണിതക്രിയകൾക്ക് സാധ്യമല്ല. Median and mode are values found in the series while mean is not necessarily be such a value. മീഡിയൻ മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ്. മോഡ് എന്ന് പറഞ്ഞാൽ കോമൺലി ഫൗണ്ട് ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ മീഡിയനും മോഡും തന്നിരിക്കുന്ന സീരീസിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ അരിത്തമെറ്റിക് മീനിൻ്റെ കാര്യം അങ്ങനെയല്ല. അരിത്തമെറ്റിക് മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ ഒരു വില തന്ന വാല്യൂസിലൊന്ന് ഉണ്ടാകണമെന്നില്ല. അതിലൊന്നും ഇല്ലാത്തൊരു വിലയായിരിക്കും നമുക്ക് ചിലപ്പോൾ അരിത്തമെറ്റിക് മീനായിട്ട് പലപ്പോഴും കിട്ടുന്നത്.
എന്നാൽ മീഡിയൻ്റെയും മോഡിൻ്റെയും കാര്യത്തിൽ അങ്ങനെയല്ല. മിക്കവാറും മീഡിയൻ എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നത് ആ തന്ന വാല്യൂസിൽ ഏതെങ്കിലും ഒരു വിലയുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. അതുപോലെ മോഡും അതെ അങ്ങനെയുണ്ട്. എന്നാൽ അരിത്തമെറ്റിക് മീൻ പലപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. മീഡിയൻ ആൻഡ് മോഡ് ക്യാൻ ഗ്രാഫിക്കലി ലൊക്കേറ്റഡ്. മീഡിയനും മോഡും ഗ്രാഫ് ഉപയോഗിച്ച് കണ്ടെത്താം. ബട്ട് മീൻ കനോട്ട് ജനറലി ബി ലൊക്കേറ്റഡ് ഗ്രാഫിക്കലി. എന്നാൽ മീൻ ഗ്രാഫ് ഉപയോഗിച്ച് കാണാവുന്ന ഒന്നല്ല. Median and mode can be obtained by mere inspection, while mean can be obtained by calculation. മീഡിയൻ മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് വാല്യൂസ് എല്ലാം കണ്ടാൽ തന്നെ പെട്ടെന്ന് ചിലപ്പോൾ മീഡിയൻ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരും. നമ്മളതിന് ക്രമത്തിൽ എഴുതിയ പെട്ടെന്ന് മീഡിയൻ കിട്ടും. മോഡ് അത്രയും ആവശ്യമില്ല. മോഡ് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതും വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. മീഡിയനും മോഡും ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം. എന്നാൽ അരിത്തമെറ്റിക് മീനിൻ്റെ കാര്യം അങ്ങനെയല്ല. അത് ഗണിതക്രിയകൾ ചെയ്ത് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. മീൻ ഈസ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റംസ്, വൈൽ മീഡിയൻ ആൻഡ് മോഡ് ആർ നോട്ട് മച്ച് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റംസ്. മീൻ അഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റംസ്. എക്സ്ട്രീം ഐറ്റംസ് മീനിനെ സ്വാധീനിക്കും. മീനിനെ എല്ലാ വാല്യൂസും സ്വാധീനിക്കും. എക്സ്ട്രീം ഐറ്റംസും മീനിനെ സ്വാധീനിക്കും. എന്നാൽ മീഡിയനും മോഡും അങ്ങനെയല്ല. മീഡിയൻ എക്സ്ട്രീം ഐറ്റംസ് മീഡിയനെ സ്വാധീനിക്കില്ല. മോഡ് ചിലപ്പോൾ സ്വാധീനിച്ചേക്കാം. കാരണം എക്സ്ട്രീം ഐറ്റംസ് കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് മോഡാവും. അപ്പോൾ മോഡ് അങ്ങനെയുള്ള കേസിൽ മോഡ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റംസ്. സാധാരണ രീതിയിൽ മോഡ് നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റംസ്. അപ്പോൾ മീഡിയനും മോഡും എക്സ്ട്രീം ഐറ്റംസ് വല്ലാതെ സ്വാധീനിക്കാത്ത ശരാശരികളാണ്. എന്നാൽ മീനിൻ്റെ കാര്യം അങ്ങനെയല്ല. എക്സ്ട്രീം ഐറ്റംസ് മീനിനെ സ്വാധീനിക്കും. മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ് ഇൻ സം കേസസ്. ചില സമയത്ത് മോഡ് ഇൽ ഡിഫൈൻഡ് ആയിരിക്കും. മോഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സും ഒരു തവണ മാത്രമേ ഉള്ളൂ എങ്കിൽ മോഡിൻ്റെ നിർവചനം അനുസരിച്ച് നമുക്ക് മോഡ് കണ്ടെത്താൻ കഴിയില്ല. കാരണം മോഡ് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്നത് എന്നാണ്. അങ്ങനെ കൂടുതൽ തവണ ആവർത്തിക്കുന്ന സംഖ്യകളൊന്നും ഇല്ലെങ്കിൽ, എല്ലാം ഈക്വൽ നമ്പർ ഓഫ് ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ ഡെഫിനിഷൻ വെച്ച് നമുക്ക് മോഡ് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പറയും മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ് എന്ന് പറയും. അതിനുശേഷം മോഡ് കാണാൻ വേറൊരു എംപിരിക്കൽ റിലേഷൻ 3 മീഡിയൻ മൈനസ് 2 മീൻ ഒരു ഫോർമുല ഉണ്ട്. മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. അത് യൂസ് ചെയ്തിട്ടാണ് കാണുന്നത്. അതായത് മോഡ് ചില കേസിൽ ഇൽ ഡിഫൈൻഡ് ആയിട്ട് വരും. എന്നാൽ മീൻ മീഡിയൻ അങ്ങനെയല്ല. ബട്ട് മീൻ ആൻഡ് മീഡിയൻ ആർ വെൽ ഡിഫൈൻഡ് ഇൻ ഓൾ കേസസ്. മീനും മീഡിയനും എല്ലാ കേസിലും വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ മീൻ, മീഡിയൻ, മോഡ് ഇവയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കൂടി ഇങ്ങനെ കമ്പയർ ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. എല്ലാം കമ്പയർ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ കമ്പാരിസൺ ഓഫ് മീൻ, മീഡിയൻ ആൻഡ് മോഡായി. അപ്പോൾ മീൻ ഈസ് എ മാത്തമാറ്റിക്കൽ ആവറേജ്, വൈൽ മീഡിയൻ ആൻഡ് മോഡ് ആർ പൊസിഷണൽ ആവറേജസ്. മീൻ ഈസ് ബേസ്ഡ് ഓൺ all the observations, while median is the middle item and mode is commonly found item. Mean is capable of further mathematical treatment, while median and mode are not capable of more mathematical treatment. Median and mode are values found in the series, while mean is not necessarily be such a value. Median and mode can be graphically located, but mean cannot generally be located graphically. Median and mode can be obtained by mere inspection, while mean can be obtained by calculation. Mean is affected by extreme items, while median and mode are not much affected by extreme items. Mode is ill-defined in some cases, but mean and median are well defined in all cases. Relationship among mean, median and mode. മീനും മീഡിയനും മോഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. In the case of symmetric distributions, mean equal to median equal to mode. Symmetric distributionൽ മീനും മീഡിയനും മോഡും ഈക്വൽ ആണ്. In the case of moderately asymmetrical distribution, mean, median and mode will have different values, but the following relation may hold good. Mode equal to 3 median minus 2 mean. In the case of moderately asymmetrical distribution, symmetrical distribution ആണെങ്കിൽ mean equal to median equal to mode. Asymmetrical distributionൽ
മീനും മീഡിയനും മോഡും ഡിഫറൻ്റ് ആയിരിക്കും. ആ അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ മീനും മീഡിയനും മോഡും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതാണ് മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഫോർ എ മോഡറേറ്റ്ലി അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. In a certain frequency distribution, mean equal to 30 kilograms, median equal to 27 kilograms, find mode. ഇവിടെ ക്വസ്റ്റ്യൻ മീൻ 30 kilograms, മീഡിയൻ 27 kilograms എന്നാണ്. അപ്പോൾ മീനും മീഡിയനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ്. മോഡ് കാണാൻ നമുക്ക് നേരത്തെ എഴുതിയ ഫോർമുല മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ എന്ന ഫോർമുല അപ്ലൈ ചെയ്യണം. മോഡാണ് കണ്ടുപിടിക്കേണ്ടത്. മീഡിയൻ 27 ആണ്, അരിത്തമെറ്റിക് മീൻ 30 ആണ്. അപ്പോൾ 3 മീഡിയൻ മൈനസ് 2 മീൻ, 3 ഇൻറ്റു 27 മൈനസ് 2 ഇൻറ്റു 30 ഈക്വൽ ടു 81 മൈനസ് 60 ഈക്വൽ ടു 21 കിലോഗ്രാം. അപ്പോൾ മോഡ് ഈക്വൽ ടു 21 കിലോഗ്രാം. ഡയറക്റ്റ് പ്രോബ്ലമാണ്. മീനും മീഡിയനും തന്നിട്ട് വാല്യൂസ് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. മറ്റൊന്ന്, in a moderately asymmetrical distribution, mode equal to 32.1, mean equal to 35.4, calculate median. ഇവിടെയും സിമ്പിൾ ഓൾജിബ്ര മാത്രമേ നോക്കാനുള്ളൂ. ഫോർമുലയിൽ അറിയുന്നതൊക്കെ കൊടുക്കുക, അറിയാത്ത വാല്യൂ കണ്ടുപിടിക്കുക. മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ, അറിയാവുന്ന വാല്യൂസൊക്കെ കൊടുത്തു. മോഡ് നമുക്ക് 32.1 എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എഴുതി. 3 ഇൻറ്റു മീഡിയൻ, മീഡിയൻ തന്നിട്ടില്ല, അപ്പോൾ 3 ഇൻറ്റു മീഡിയൻ 2 മീൻ, മീൻ 35.4 ആണ്. അപ്പോൾ 2 ഇൻറ്റു 35.4, 32.1 ഈക്വൽ ടു 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 ഇൻറ്റു 35.4. 32.1 ഈക്വൽ ടു 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 ഇൻറ്റു 35.4 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 70.8 അങ്ങനെ കിട്ടി. അടുത്ത സ്റ്റെപ്പ്, റൈറ്റ് സൈഡിലെ മൈനസ് 70.8നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. 32.1 പ്ലസ് 70.8 ഈക്വൽ ടു 3 മീഡിയൻ. 3 മീഡിയൻ ഈക്വൽ ടു, അതൊന്ന് തിരിച്ചെഴുതി. 32.1ഉം 70.8ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 102.9 ആണ്. അപ്പോൾ 3 മീഡിയൻ ഈക്വൽ ടു 102.9. ഇനി മീഡിയൻ കാണണമെങ്കിൽ ആ 3 മീഡിയനിലെ 3 എടുത്ത് റൈറ്റ് സൈഡിലേക്ക് പോയാൽ 3 മീഡിയൻ ആണ്, 3 ഇൻറ്റു മീഡിയൻ ആണ്. അപ്പോൾ ആ ഇൻറ്റു 3 റൈറ്റ് സൈഡിലേക്ക് പോയപ്പോൾ ഡിവൈഡഡ് ബൈ ആയിട്ട് മാറി. എങ്ങനെയാണ്? മീഡിയൻ ഈക്വൽ ടു 102.9/3, അതായത് 34.3. മീഡിയൻ എന്ന് പറഞ്ഞാൽ 34.3. ഈ സിമ്പിൾ ഓൾജിബ്രയാണ്. ഒരു ഫോർമുലയിൽ 3 വേരിയബിൾസ് ഉണ്ട്, മീഡിയൻ ഉണ്ട്, മോഡ് ഉണ്ട്, മീൻ ഉണ്ട്. ഏതെങ്കിലും 2 തന്ന് മൂന്നാമത്തെ ഒരെണ്ണം കാണാൻ പറയുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കത് സിംപ്ലിഫൈ ചെയ്യാം. ഫോർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, മീഡിയൻ ഈക്വൽ ടു 132.8, മോഡ് ഈക്വൽ ടു 141.3. ഫൈൻഡ് മീൻ. മീഡിയൻ അറിയാം, മോഡ് അറിയാം. മീഡിയനും മോഡും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ നമുക്ക് മീൻ കാണണമെങ്കിൽ ഐ എംപിരിക്കൽ റിലേഷൻ തന്നെ വേണം. മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. അറിയാവുന്ന വാല്യൂസ് എല്ലാം എഴുതി. എന്താണ്? 130, ഇവിടെ 141.3. മോഡ് എന്ന് പറയുന്നത് 141.3 ആണ്. ഈക്വൽ ടു 3 ഇൻറ്റു മീഡിയൻ അറിയാം, മീഡിയൻ തന്നിരിക്കുന്നത് 132.8, അതെടുത്ത് ഇവിടെ എഴുതി. 3 ഇൻറ്റു 132.8 മൈനസ് 2 മീൻ. വീണ്ടും 141.3 ഈക്വൽ ടു 3 ഇൻറ്റു 132.8 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 398.4 മൈനസ് 2 മീൻ. 141.3 ഈക്വൽ ടു 398.4 മൈനസ് 2 മീൻ. നമ്മളിനി മൈനസ് 2 മീനിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. 141.3 മൈനസ് 2 മീൻ കൊണ്ട് ലെഫ്റ്റിലേക്ക് പോകുന്നു, പ്ലസ് 2 മീൻ ആക്കണം. അപ്പോൾ 141.3 പ്ലസ് 2 മീൻ ഈക്വൽ ടു 398.4. ഇനി എന്താണ്? 2 മീൻ ഇവിടെ തന്നെ നിർത്തി. ലെഫ്റ്റ് സൈഡിലെ പ്ലസ് 2 മീൻ, അതാ 2 മീൻ തന്നെ. ഈ 141.3 റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ എന്തായി? 398.4 റൈറ്റ് സൈഡിൽ ഓൾറെഡി ഉണ്ട്. ഈ 141.3 ആഡ് ചെയ്യുക എന്നുള്ളതിന് റൈറ്റ് സൈഡിലേക്ക് പോയപ്പോൾ മൈനസ് 141.3. അപ്പോൾ 2 മീൻ ഈക്വൽ ടു, ഇത് സബ്ട്രാക്ട് ചെയ്തപ്പോൾ കിട്ടിയത് 257.1. 2 മീൻ ഈക്വൽ ടു 257.1. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 2 മീൻ ഈക്വൽ ടു 257.1 ആണ്. അപ്പോൾ മീൻ എന്ന് വെച്ചാൽ
257.1 by 2, 128.5. അപ്പോൾ മീൻ ഈക്വൽ ടു 128.5.